ഇനിയിപ്പോ കണ്ണന്റെ കാല് പിടിക്കാതെ രക്ഷയില്ല മാമേട്ടാ. കണ്ണനോട് പോയി ഞാൻ എങ്ങനെയാടോ പറയുന്നത്? പറയാതിരുന്നാ ഞാനും ഓർത്തു, ലോറി എന്റെ സ്വത്തല്ലേ. ഇനിയിപ്പോ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ തന്റെ മോളെ കൊണ്ടേ പറ്റൂ. എന്റെ മോളെ കൊണ്ടോ? അതെങ്ങനെ? എടോ, താൻ തന്റെ മോളെ കണ്ടിട്ട് സംഭവങ്ങൾ പറയണം. എന്നിട്ട് ഉണ്ണിയോട് പറയണം കണ്ണനോട് സംസാരിക്കാൻ. അനിയൻ ചേട്ടനോട് പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ലല്ലോ. ഒരുത്തനെ കൊല്ലാൻ നോക്കിയിട്ട് അവന്റെ തന്നെ കാല് പിടിക്കേണ്ട ഗതികേടായി പോയല്ലോ മാമേട്ടാ. ആവശ്യം നമ്മുടേതായി പോയില്ലേ? ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ലല്ലോ. അന്ന് കണ്ണനാണ് കാരണകത്തെങ്കിൽ സ്പോട്ടിൽ തീർന്നനെ. മേഘനെ പോലെ ഒരു ആക്സിഡന്റ് താങ്ങാനുള്ള കരുത്ത് കണ്ണന്റെ ശരീരത്തിനില്ല. അങ്ങനെ അവൻ തീർന്നിരുന്നെങ്കിൽ പിന്നെ കേസുമില്ല, വഴക്കുമില്ല. ഇപ്പോഴവനല്ലോടോ കംപ്ലൈന്റ് കൊടുത്ത്. അതും പറഞ്ഞു കേട്ടില്ലേ, മുകളിൽ നിന്നൊക്കെ ഒരുപാട് പോലീസ് ഓഫീസർമാരെ വിളിച്ചെന്ന്. അത് സത്യവാ. അവൻ SP മുതല് മുകളിലോട്ട് ബന്ധമുണ്ട്. അവന്റെ കൂടെ പഠിച്ച കുറെ സുഹൃത്തുക്കളും പോലീസിന്റെ തലപ്പത്തുണ്ട്. അങ്ങനെയെങ്കിൽ അവനെ കണ്ടേ പറ്റൂ അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറെ രക്ഷയില്ല. ഇനി തട്ടിയത് എന്റെ ലോറിയാണെന്ന് അറിയുമ്പോ അവൻ എന്നെ സംശയിക്കുമോ മാമേട്ടാ? അങ്ങനെ സംശയിച്ചാലും താനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. തന്റെ ലോറിയും കൊണ്ട് പോയത് തന്റെ ഡ്രൈവറല്ലേ? ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേ എന്റെ പിള്ളേർ 2 എണ്ണം വിട്ടിട്ടാ പോന്നെ. അന്നും നല്ല ലഹരിയിലാവൻ വണ്ടി ഓടിച്ചതേ. ആ സമയത്ത് അവനെ പിടിക്കാണ്ടിരുന്നത് എന്റെ അവന്റെ ഭാഗ്യം. ഇപ്പോഴല്ലേ താൻ സത്യം പറഞ്ഞേ? എടോ, ഇതിനൊക്കെ പോകുമ്പോ മദ്യവും മയക്കുമരുന്ന് കൊടുത്തു വിടാവോടോ. അതുകൊണ്ട് തന്നെ അവൻ അബദ്ധം കാണിച്ച്. ഇയാളെന്തു ഈ പറയുന്നേ? അവൻ എന്ത് അബദ്ധം കാണിച്ചതാ മാമേട്ടൻ പറയുന്നേ? കണ്ണന് പകരം മേഘൻ കാറി കയറിയ വിവരം അവനറിയായിരുന്നോ? അവൻ ലഹരിയിലായിരുന്നെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇനിയിപ്പം അകത്ത് കിടക്കുന്നതിനെ വെറുതെ മണ്ടനാക്കാതെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്ക്. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞല്ലോ. എന്നാ പിന്നെ ഞാൻ മോളെ പോയി കാണാം. ആവശ്യം ഇപ്പൊ എന്റേതായി പോയില്ലേ? അമ്മയുടെ കയറ്. ഇതാരേ വന്നിരിക്കുന്നേ? മോളെ ഒന്ന് കാണാമെന്നതാ. അമ്മ തന്നു വിട്ട കുറച്ച് പലഹാരമായിട്ട്. അച്ഛാ, ദേ നിനക്ക് അച്ഛൻ പലഹാരമായിട്ട് വന്നതാണെന്ന്. ഇതങ്ങോട്ട് പിടിക്കും മോളെ. മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മയുണ്ടാക്കി കൈ തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൊണ്ടുവരുന്നതില് കൂടുതൽ ഇവിടെ ഉള്ളവരാ കഴിക്കുന്നത്. മോൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അയ്യോ, അത് പാടില്ല മോളെ. ഉണ്ണിക്കുട്ടന്റെ കുഞ്ഞാ, അത് ആരോഗ്യത്തോടെ ജനിക്കണം. വെറുതെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മടിയൊന്നും കാണിക്കരുത്. ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണ്ടിരിക്കുക. ഓവറായിട്ട് കഴിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛാ. മുത്തശ്ശി കൊടുത്തു വിടുന്ന പലഹാരങ്ങളാ ഞാൻ കൂടുതലും കഴിക്കുന്നത്. എന്നാ പ്രതാപൻ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാന് മോളെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണോ എന്ന് ചോദിച്ചാ? മനസ്സിലായി. എന്നാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞങ്ങള് പുറത്തു നിന്ന് സംസാരിച്ചോളാം. വാ മോളെ, ഇതങ്ങോട്ട് വയ്ക്കാം.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.